ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ഇന്ന് പുലർച്ചെ 5 മണിക്കോ 6 മണിക്കൊക്കെ ആയിട്ട് പോകണമെന്ന് കരുതിയ ആളുകളാണ് ഞങ്ങൾ. ഈ നേരത്തെ സൂര്യൻ ഉദിക്കാത്തതുകൊണ്ട് തിരക്കില്ല. 7 മണി എണീറ്റപ്പോൾ സൂര്യനെ കുതിച്ചിവിടെ 8 മണിയാവാറായി. ഇന്നലെ നമ്മൾ നിന്ന പമ്പ് കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ പമ്പ്. സെറ്റാ ഗറാണ് ഗർ, അതായത് ഭാരത് പെട്രോളിയാണ്. നമ്മളുടെ പരിപാടി മെയിൻ ക്ലാസ് ഒന്ന് തുടക്കുക. ഇതൊന്ന് തുടച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. ഇതൊന്ന് തുടച്ചെടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറ്റിയിരിക്കണ്. നമ്മളങ്ങനെ തിരുപ്പതി ആ ഭാഗത്ത് കൂടെ തന്നെ ആവാം ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. 2 വഴിയുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷ ആയിട്ട് വന്നെന്ന് വേറൊരു വഴിയിലൂടെ ഇങ്ങനെ വന്നിരുന്നു ബാംഗ്ലൂരിൽ നിന്നിട്ട്. അതൊരു ചെറിയൊരു വഴിയാണ്. ചെറിയൊരു വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതിയുള്ള വഴി തന്നെ, മെയിൻ റോഡാണ്. അത് NH തന്നെയാണ്. പക്ഷേങ്കിൽ 4 ലൈനോ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലത്തെ ഹൈവേ ഒന്നും അല്ല. അത് സാധാ മെയിൻ റോഡാണ്. അപ്പോൾ അതിലാണോ ഇനി ഇതിലാണ് കാണിക്കാറില്ല. ഏതിലാണ് നമുക്ക് ലാഭം വെച്ചാൽ കിലോമീറ്റർ ലാഭം വെച്ചാൽ അതിലെ പോവാം. അതിലെ പോയ കുറേ ബാംഗ്ലൂർക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ഹൈവേ ഒഴിവാക്കിയിട്ട് മറ്റേ ഹൈവേയിൽ പോകുന്ന ഒരുപാട് തോട്ടങ്ങളൊക്കെ കാണും. അതായത് മുന്തിരിത്തോട്ടം, പൂക്കൃഷി, അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ കാണാൻ വേണ്ടി പറ്റും. ഇതിലെ പോയാലും കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ അത്യാവശ്യം ഒരു 60 ഇങ്ങനെ പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പോലും നമുക്ക് നിർത്താനുള്ളൊരു ടൈം കിട്ടില്ല. ഏതായാലും അതവിടെ പോയി നോക്കാം നമുക്ക്. പോലെടാ, ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ചെന്നൈയിലേക്ക് 240-250 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. പക്ഷേ ബാംഗ്ലൂർക്ക് 470 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾക്ക് വണ്ടൂർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ 3 റൂട്ട് ഉണ്ട്. 3 4 റൂട്ടുകളുണ്ട് വണ്ടൂരിലേക്ക് ആയതുകൊണ്ട്. അതായത് നമ്മൾക്ക് ഇവിടുന്ന് ചെന്നൈയിലോട്ട് പോയിട്ട് ചെന്നൈ ബൈക്ക് അങ്ങനെ അതുമായി തിരിയാൻ വേണ്ടി പറ്റും. ചെന്നൈ ബൈക്ക് വേണമെങ്കിൽ അങ്ങനെ പോകണമെങ്കിൽ പോയാൽ മതി. ഇല്ലെങ്കിൽ സേലം ഹൈവേയിൽ കയറിയിട്ട് അങ്ങനെ പോരാം. അതും അല്ലാതാണെങ്കിൽ ഈ ബാംഗ്ലൂർ ഹൈവേയിൽ അങ്ങനെ പോവാം. അതും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള മംഗലാപുരം ഹൈവേയിൽ അങ്ങനെ പോകാം. ഇതിൽ ഏറ്റവും സുഖമുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ സേലം ഹൈവേയിലാണ്. അതിൽ വന്നിട്ട് നമ്മൾ നേരെ എന്താ പറയാ പാലക്കാട്, അതിലെങ്ങനെ നേരെ നാട് വിളിക്കുക, പെരിന്തൽമണ്ണ വഴി നാട് വിളിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നമുക്കുള്ളത് ബാംഗ്ലൂർ വഴി, ബാംഗ്ലൂര്, മൈസൂര്, മുതുമല ടൈഗർ റിസർവ്, അങ്ങനെ ഗൂഡല്ലൂർ നേരെ നിലമ്പൂർ നേരെ വണ്ടൂർ. ആ റൂട്ടാണ്. അപ്പൊ ഇതിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ആ റൂട്ടാണ്, ബാംഗ്ലൂർ വഴിയാണ്. ഞങ്ങൾ ഇതില് ചെന്നൈ വഴി പോയിട്ടില്ല. ബാക്കിയുള്ള 3 റൂട്ട് ഞങ്ങള് പല ഘട്ടങ്ങളിലായിട്ട് ഓട്ടോറിക്ഷ ആയിട്ട് പോയതാണ്. ചെന്നൈയിലേക്ക് ഞങ്ങൾ ഇതുവരെ യാത്ര നീട്ടിയിട്ടില്ല എന്നും വേണമെങ്കിൽ പറയാം. ഇല്ലടാ, ചെന്നൈ നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. അതിൽ പോയിട്ടേ അതെന്ത് പറ്റി? എന്തായാലും അടുത്ത പ്രാവശ്യം ആദ്യം തമിഴ്നാട് എടുക്കണേ. അടുത്ത പ്രാവശ്യം യാത്രയില് ചെന്നൈ, അതുപോലെ തന്നെ ഈ കന്യാകുമാരി ഒന്നും കണ്ടില്ലല്ലോ. കന്യാകുമാരി ഉണ്ട്, ധനുഷ്കോടി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അടിപൊളി അതിലൊക്കെ പോവാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ റൂട്ട് വരുന്നത്. ബാംഗ്ലൂരിലേക്ക് 471 കിലോമീറ്റർ. ബാംഗ്ലൂരിൽ നിന്ന് എത്തുകയാണെങ്കിൽ നമ്മളുടെ കളി ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കും ഞങ്ങള്. അതെന്തായാലും അവിടെ എത്തുമല്ലേ നോക്കട്ടെ, എത്തിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ പോവാം. സംഭവം കള്ളുന്നും ഉണ്ട് കേട്ടാ. കള്ളുന്നുണ്ട്. കള്ളും പടം കള്ള് കുപ്പിയിലാക്കി വെച്ചിക്കണ്. ഇന്നലെ ആ ചേച്ചി നമ്മോട് ചോദിച്ചിരുന്നു കുപ്പിയിലാക്കി തരണോ. കുപ്പിയിലാക്കി നമുക്ക് വല്ല ആണെന്ന് അറിയില്ല കേട്ടോ. ഒരു കുപ്പിയിലാക്കി തരും, നമ്മക്കത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. അതെ, വേണ്ടതുകൊണ്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ മലയാളി ഷെയൽ വണ്ടിയാണ് നിൽക്കുന്നത്. മലയാളികൾ അത് അവിടെ നിൽക്കുന്നു. നമ്മളതാ നാട് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലേ? എല്ലായിടത്തും ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് മാത്രമൊന്നും ആവില്ല. നമ്മള് ഹൈവേയിൽ അങ്ങനെ പോകണ്ട. ഡ്രൈവർമാര് വാങ്ങണേ വാങ്ങട്ടെ അല്ലേ? എത്ര ഒരു ക്ലാസ്സിനാറ് വന്നാലേ? 30 രൂപ, 20 രൂപ അല്ലേ? ഒരു ക്ലാസ്സിന് 20 രൂപ. ഒരു ക്ലാസ്സിന് 20 രൂപ അല്ലേ? ക്ലാസ് ഒന്നുമില്ല, പാട്ടാണ്. ആ ഒരു പാട്ടൊക്കെ 20 അല്ലേ? അത് എളുപ്പമൊന്നുമില്ല പാട്ടല്ലേ? ഇതൊക്കെ മതിയാവും. 20 രൂപയല്ലേ ഉള്ളൂ. മാണി കുടിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല ഇത്. പിന്നെ ഫ്രഷ് ആയിക്കാട്ടോ സാധനം. ഇപ്പൊ ചെത്തി ഇറക്കിയതാ ഈ കാണുന്ന പനകളുണ്ടല്ലോ, ഈ പനകളിൽ നിന്ന് ചെത്തി ഇറക്കുന്ന പനീയമാണത്. അല്ലേ? അത് പോഷകാഹാരമാണത്. ആ കാണുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടോ?
ധാബയൊന്നല്ല, അത് ഗോഡൌൺ അല്ല, റെസ്റ്റ് ഏരിയ. അതായത് ഡ്രൈവർമാർക്ക് ആർക്കും വേണമെങ്കിലും ഹൈവേയിൽ സഞ്ചരിക്കുന്നവർക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈവേ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൽ ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് ഓർമ്മ ഉണ്ടോ, നമ്മള് ഒരു ധാബയിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതുപോലെ ധാബ പോലെ ഒരു സ്ഥലം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാന്നുള്ളത്. അതുപോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ കടന്നുറങ്ങാം. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ, കള്ളന്മാരുടെ ശല്യം ഉണ്ടാവില്ല. അതാണ്. അപ്പൊ റെസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നില്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറന്ന് ചെയ്തിട്ട് ട്രാക്ക് വരെ ഇട്ട് ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട്. ഒക്കെ സെറ്റപ്പും സെറ്റപ്പ് ഒന്നല്ല, സെറ്റാണ്. കുറച്ചും കൂടെ ഉഷാറാക്കണം അതൊക്കെ. കാരണം എന്താ വെച്ചാല് ഡ്രൈവർമാര് വണ്ടിയിൽ തന്നെയാണ് ഉച്ചക്കൊക്കെ അത് ചൂടും കൊണ്ട് കിടക്കുകയാണ്. ഇങ്ങനെ വെയിലല്ലടാ, ഇത്രയും വെയിലത്താണ് അവര് കിടക്കുന്നത്. അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം കൂടി, എന്തെങ്കിലുമൊക്കെ ഒരു ഷീറ്റ് ഇട് അത്തരത്തിലേക്ക്. ഫുൾ പവർ ആകാം. ഇത് കൊറേ ലോറിയിൽ കൊണ്ടുപോകണ്ടല്ലോ. കൊണ്ടുപോയിട്ട് ഇത് ഗ്രാനൈറ്റാ? ഗ്രാനൈറ്റ് ആണോ? ഗ്രാനൈറ്റ് ആണല്ലേ? ഓ മൈ ഗോഡ്. ഇതൊക്കെ നെല്ലില്ലേ? അത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അതുപോലെ നെല്ല് കൊണ്ടുപോകണത്. അയ്യോ, പതുക്കെ വരികട്ടാ. ഇതൊക്കെ കേരളങ്ങൾക്ക് ഒരു ശ്രദ്ധയുണ്ടാവില്ല, നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ നല്ലതേ. ഇതാ പോണ് ചാക്ക് കണക്കിന് നെല്ല്. ഒരു ട്രാക്ടർ മറച്ച് നെല്ലാണ് പോകുന്നത്. കൊറേ നേരമായി പോണേ. വണ്ടിക്കൊരു റെസ്റ്റും ഞങ്ങൾക്ക് വള്ളക്കൊരു സുഖം. അതെ, ഞങ്ങൾക്ക് റെസ്റ്റൊക്കെ ചെയ്യും. ഭക്ഷണം കഴിക്കാം. ഇന്നലത്തെ നമ്മളെ ചോറ് കട്ടച്ചോറായിരുന്നത്. അംഗനവാടിത്തൊക്കെ ചോറ് ആദ്യം കിട്ടണേ ചെറുപേർക്കാട്ടെ ടേസ്റ്റ് അതന്നെ കൊള്ളാട്ടോ. അതാണ് ആന്ധ്രയിലൊക്കെ ഉള്ള ഒരു സുഖതാണ്. അതായത് ഇതുപോലെ വെള്ളം ഉണ്ടാവും നമ്മൾക്ക്, ഫിൽറ്റർ വാട്ടർ തന്നെ, നല്ല വെള്ളം തന്നെ കിട്ടും. എല്ലാവരും ഇവിടെ എന്താ കോഴിക്കിണർ അടിച്ചാലും അല്ലെങ്കിൽ കിണർ കുത്തിയാലൊക്കെ ഇവിടെ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ഇവര് എല്ലാവരും വീടുകളിൽ വരെ ഉപയോഗിക്കുന്നത് ഈ ഒരു വെള്ളമായിരിക്കും. എടാ ഒരു ക്യാന് മതി കേട്ടോ, ഒരു ക്യാന് മതി, ഒന്ന് മതി. കാരണം എന്താ വെച്ചാൽ നമ്മളിനി ഒന്നോ നാളെ മറ്റന്നാളായിട്ട് നാടെത്തും. അപ്പൊ വെറുതെ വെള്ളം കൊണ്ട് വീട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതാണ്. എടാ ഒരു ക്യാൻ എടുത്താച്ചാളാ, 30 രൂപ 30 രൂപ. അത് നോക്കണ്ട, 30 രൂപ പോലെ വെള്ളത്തിന്റെ പൈസ അങ്ങനെയാണ് വെള്ളം പിടിക്കുന്നത്. നല്ല വെള്ളമായിരിക്കും. അതുപോലെ തന്നെ തണുപ്പും ഉണ്ടാവും. നമ്മൾ ഈ മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ തന്നെ അതേപോലത്തെ നല്ല തണുത്ത വെള്ളം. ഇങ്ങനത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ വെറുതെ വെള്ള ക്യാനുകൾ ഉണ്ടല്ലോ, അതായത് ടീ ക്യാന്, ഫിൽട്ടർ ക്യാന്, അങ്ങനത്തെ ക്യാനുകൾ വെറുതെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണ്ട. അതിനാണെങ്കിൽ 30 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനേക്കാൾ 5 രൂപയുടെ കോയൺ ബൂത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലത്തെ ആളുകൾ ടോൾ പ്ലാസയിലോ ഹൈവേയിലൊക്കെ ഉണ്ടാവും. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല. ഞങ്ങൾ ഇതിന് മുമ്പ് ഓട്ടോയിൽ പോകുന്ന മാറ്റനായിരുന്നു. അതും തന്നെ നമുക്ക് നല്ല നിറച്ച് തരും. പിന്നെ മൂപ്പര് ആ ഒരു പൈപ്പിന്റെ അറ്റത്ത് പോലും തുണി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോലും ഒരു കരട് നമ്മളെ വെള്ളത്തിലേക്ക് വരില്ല. അങ്ങനെ നമ്മള് എന്താ പറയാ, കൽക്കട്ട ചെന്നൈ ഹൈവേയിൽ നിന്നും തിരുപ്പതി ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഈ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ പച്ച തിരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ. തിരുപ്പതിയിലേക്ക് ഒരു 69 കിലോമീറ്റർ, ചെന്നൈയിലേക്ക് 107 കിലോമീറ്റർ. അപ്പൊ ഇവിടുന്ന് നമ്മളേക്ക് മേലത്തെ പാലത്തമ്മ കൂടെ ആവും നമ്മളുടെ യാത്ര. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നടന്നോ, നമ്മൾക്ക് ലെഫ്റ്റ് ഒന്ന് കയറി റൈറ്റ് കട്ടായിട്ട് തിരിഞ്ഞ് സർക്കിൾ ചെയ്തൊക്കെ പോകണം. സിമ്പിൾ ആവണ്ട. ആ റോട്ടിലാണ് നമ്മൾ പോകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയല്ലേ. അത് തന്നെ ആവാം. അതായത് നമ്മളിവിടെ തിരിയുവാണ്. തിരുപ്പതി ബാംഗ്ലൂർ ഹൈവേയിലേക്ക് ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. നേരെ പോയി കഴിഞ്ഞാൽ ചെന്നൈ പോകട്ടെ. അത് 107 കിലോമീറ്റർ ഉള്ളൂ. 107 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈയിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ചെന്നൈ അല്ല, ചെന്നൈയിലേക്കില്ല. ഞങ്ങൾ വേറെ വയ്ക്കാം. നമ്മള് ബാംഗ്ലൂർക്കാ. നമ്മൂറ് ബാംഗ്ലൂർ.
ബാംഗ്ലൂര് പോയിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോവാ മക്കളെ. അതായത് നമുക്ക് വേറെ ദിവസം ഇതിനിടയിലുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ നമുക്ക് മുതുമല ടൈഗർ റിസർവ് അടക്കും. അപ്പൊ നമ്മൾ കയറിയിട്ടുണ്ട്. മുതുമല ടൈഗർ റിസർവ് നമുക്ക് അടക്കും. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി അതിലെ പാസ്സാവാൻ വേണ്ടി പറ്റൂല. അങ്ങനെ അതാ ഞങ്ങൾ തിരുപ്പതി ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് 80 പിടിക്കാണ് അതില്, 80 കാണിക്കണ്ടല്ലേ. അങ്ങനെ വീണ്ടും 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 ഞങ്ങൾ തിരുപ്പതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, തിരുപ്പതി എത്തി. തിരുപ്പതി അപ്പ ഗോവിന്ദ. തിരുപ്പതി മലനിരകളതാ അങ്ങകലെയായിട്ട് കാണും. തിരുപ്പതിയുടെ അമ്പരച്ചുംബികളിതാ ഇങ്ങ് അടുത്തായിട്ട് കാണും. നമ്മൾ ഫ്ലൈ ഓവർ എടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ ഇടതടവൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോയി ഇറങ്ങാൻ വേണ്ടി പറ്റും. ഇതിന്റെ താഴത്തു കൂടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് തിരുപ്പതി സിറ്റിയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാണ്ട. നമുക്ക് അങ്ങോട്ടേക്ക് പോകണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഹൈവേനെ കുറിച്ച് പോവാണ്. നല്ല മനോഹരമായിട്ടുള്ള മലനിരയാണ്. അത് ശരിക്കായിട്ട് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മുന്നേക്ക് പോവാം. ഈ ഹൈവേ എന്ന് പറയുമ്പോൾ നല്ല ഒരു എന്താ പറയാ, നല്ല മനോഹരമായുള്ള കാഴ്ച തരുന്ന ഒരു ഹൈവേയാണ്. കാരണം ഇനി അങ്ങോട്ടാണ് പോകുമ്പോഴേക്ക് മലനിരകളുടെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ തിരുപ്പതി കണ്ടില്ലെന്ന് പറയണ്ട, തിരുപ്പതിയുടെ സെൻട്രലിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം നമ്മള്. നമ്മളിങ്ങോട്ട് പോവാം, നേരെ പോകും അല്ലേ. പിന്നെ തിരുപ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പുഷ്പ മൂവിയിലെ റെഡ് സാൻഡൽ മരം, രക്തചന്ദനം, ചുവന്ന ചന്ദനം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് തിരുപ്പതി ജില്ലയിലാണ്. അതുപോലെ തന്നെ കടപ്പ ജില്ലയിലും ഇത് കാണുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഓട്ടോറിക്ഷയായിട്ട് വന്നപ്പോൾ ആ സമയത്ത് നമ്മൾ കടപ്പ ജില്ലയിലും ഈ തിരുപ്പതി ജില്ലയിലൊക്കെ നമ്മൾ തിരുപ്പതിയൊക്കെ വിസിറ്റ് ചെയ്തതാണ്. ആ ടൈമിൽ ഈ റെഡ് സാൻഡൽ മരത്തെ ഞങ്ങളൊന്ന് നോവിച്ച് അതിന്റെ ഒരു ചുവപ്പ് നമ്മൾ കാണിച്ചതാണ്. അപ്പോ എന്താ പറയാ, അത് ഏറ്റവും കൂടുതലായിട്ടുള്ള മലനിരകളാണ് ആ കാണുന്ന മലനിരകളൊക്കെ. നമ്മള് ഈ പോകുന്ന റൂട്ടിലില്ല റെഡ് സാൻഡൽ മരങ്ങള് ആ ഭാഗത്ത് കാണും. ആ ഒരു മലനിര കൂടെയാണ്. അപ്പൊ അത് ഈ റൂട്ടിലില്ലാത്തത് കൊണ്ട് നമുക്കത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഞെട്ട നോക്കട്ടെ, ആ മരം കണ്ടാൽ വേഗം മനസ്സിലാവും നമ്മൾക്ക്. അതൊരു ചെറിയൊരു ഇലയാണ് അതിന്റെ. നല്ല എന്താ പറയാ, തൊലി വിട്ട് പൊട്ടുന്ന യാത്രത്തിലുള്ള ഒരു മരമാണ്. ഞങ്ങള് ഫസ്റ്റ് കുത്തിയത് ആൽമരത്തില് പോകാൻ വേണ്ടിയത്. ഫസ്റ്റ് ഏതോ അവിടെ കുറെ ആൾക്കാർ കുത്തിയത്, അത് ഞങ്ങളും പോയി കുത്തി. റോട്ട് പക്കത്തല്ലേ ഞങ്ങള് പോയി കുത്തി. അതെ, പിന്നെ അവിടെ ബോർഡ് എടുത്ത് എല്ലാം പറഞ്ഞാണ്ട് ഇതല്ല അല്ലല്ല, നമ്മൾക്ക് അന്നൊരു യൂട്യൂബർ നമ്മൾ പരിപാടിയില്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് നമ്മൾക്ക് അവിടുത്തെ ഒരു മരത്തെ കുറിച്ചും അതിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ഇന്നിപ്പോ പുഷ്പ 2 വരെ ഇറങ്ങി കഴിഞ്ഞു. അന്ന് അദ്ദേഹം പറയും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതാന ഭാഗത്ത് കൂടെ എപ്പോഴും നടക്കുന്നുണ്ട്. ഏതാന ഭാഗത്ത് കൂടെ അല്ല, ഇവിടെ തന്നെയാ ഉള്ളത്. അപ്പൊ ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് തടുക്കാൻ വേണ്ടി കഴിയാത്ത കേസല്ല, പിടിക്കേണ്ട ആളുകൾ തന്നെ കള്ളന്മാര്. കണ്ടങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നമ്മള് ചിറ്റൂർ ബാംഗ്ലൂർ ഹൈവേയിലായി. ഈ ഹൈവേയിൽ പോകുമ്പോ നമുക്ക് ഫുള്ള് ഭാഗം മലനിരകൾ കാണാൻ പറ്റും. ഈ ആന്ധ്രയുടെ മലനിരകളുടെ പ്രത്യേകത എന്തൊക്കെ നല്ല ഭംഗിയാണല്ലേ. അതാണ്, അതായത് ഫുള്ള് പച്ചപ്പാണ്. ഇതിന്റെ ഇതുമ്മല് മരങ്ങള് വലിയ വലിയ മരങ്ങൾ ഉണ്ടാവില്ല. അധികം ഉണ്ടാവുക ഈ സൈഡ് നോക്കാം, ഈ മുൾച്ചെടി, ഇത് മുൾച്ചെടി പോലെ ചെടികളാണ്. പിന്നെ ഒരു അമ്പലം ഉണ്ടാവും ചേട്ടാ. ഇതിന്റെ ഒരു അമ്പലം ഉണ്ടാവില്ല. അല്ല, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയാ. പിന്നെ അധികം എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം കടപ്പ എന്ന് പറയുമ്പോ തന്നെ കടപ്പ ജില്ല, കടപ്പയിൽ കടപ്പ കല്ലൊക്കെ വളരെ ഫേമസ് ആണ്. നമ്മുടെ പൊറോട്ട കല്ല് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഓടും. അപ്പൊ അത്തരം കല്ലുകൾ ഒക്കെ ഉള്ള ഒരുപാട് എന്താ പറയാ, ഇവർക്ക് ഒരുപാട് സമ്പത്ത് നൽകുന്ന മലനിരകളാണ് ഇവരുടെ മലനിരകളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കരിങ്കല്ല്, റോഡ് പണിക്കുള്ള കല്ലുകൾക്കും വീട് നിർമ്മാണത്തിനുള്ളത്, ബിൽഡിങ്ങിനൊക്കെ ഉള്ള കല്ലുകൾക്കൊന്നും യാതൊരു ക്ഷാമമല്ല. ഒരു പഞ്ഞല്ലാത്ത കേസാണ്. പിന്നെ അതിൽ അങ്ങോട്ടൊരു വയ്യ കൊണ്ടില്ല, പാറക്കൂടെ വയ്യല്ലേ. വയ്യൊന്നല്ല, ഗ്ലാസ് വരിയൊക്കെ എന്താ ഒരു വേലിയൊക്കെ. അത് ഇതൊക്കെ ചിലപ്പോ ഓരോ സ്വകാര്യ വ്യക്തികളുടാവാം. അതെ, ഓരോ സ്വകാര്യ വ്യക്തികളുടാവാം. ചിലപ്പോ ഇത് പറഞ്ഞ പോലെ അതിന്റെ മേലെ ക്ഷേത്രം ഉണ്ടാവാം. ആന്ധ്രയിലാണ് നമ്മളൊരു ക്ഷേത്രം പോയിരുന്നത്. അന്ന് ആ ഒരു മലന്റെ മേലെ കൂടെ ഒക്കെ നടന്നിട്ടൊക്കെ. അത് ചിറ്റൂര് തന്നെയല്ലേ, അത് ചിറ്റൂര് തന്നെയാന്ന് തോന്നുന്നു.
ചിറ്റൂരും ഉണ്ട് കേട്ടോ കുറച്ച് എന്താ റെഡ് സാൻഡൽ മരങ്ങളൊക്കെ ചിറ്റൂര് മലനിരകളിലുണ്ട്. അത് കയറാൻ കുറെയൊക്കെ മോഷ്ടിച്ച് കഴിഞ്ഞു. കള്ളക്കടത്ത് എന്താ ഭംഗിയിലെ റോഡായാലും ചുറ്റിനുള്ള കാഴ്ചയായാലും മലനിരയായാലും നല്ല ഭംഗിയാണ്. ഈ റോഡ് ഇങ്ങനെ കാണിച്ചു തരാണെന്ന് തോന്നരുത്. റോഡ് പോകുന്ന ഈ ഒരു ഏരിയയിലെ ഈ മലനിരകള് കാര്യങ്ങളൊക്കെ കാണുന്നത് അതിന്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ. റോഡിന് മുൻപോട്ട് പോകും തോറും മലകളിലെ ആടാ ഇപ്പൊ ഈ പർവ്വതം നോക്കാം, ഈ മല നോക്കാം. ഈ മലമേലെ എല്ലായിടങ്ങളിലും പുല്ലുകളില്ല, ചെടികളില്ല, പച്ചപ്പില്ല. ചിലയിടങ്ങളിൽ വെറും പാറയായിട്ടാണ് കിടക്കുന്നത് അല്ലെ. അത്തരം കാഴ്ചകള് അത് ഭയങ്കര ഭംഗിയാണ്. ഇതുവഴി പോകുമ്പോ നല്ല ഭംഗിയാണ്. റോട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയാ കാണാൻ പറ്റുന്ന കാഴ്ച ഉണ്ടല്ലോ, നല്ല മണ്ണം കവരുന്ന കാഴ്ചയാണ്, നല്ല സുന്ദരമായ കാഴ്ചയാണ്. ആഹാ ഇതാണ് മക്കളെ യാത്ര. ഇത് പറഞ്ഞ പോലെ ഇതിന്റെ നേരെ ക്ഷേത്രമില്ല കണ്ടപ്പോ ഒരു മലയുണ്ടോ എന്നാൽ അവിടെ ക്ഷേത്രമുണ്ട്. അതാ ഒരു ചെക്ക് പോസ്റ്റ്. ഇതെന്താ ചെക്ക് പോസ്റ്റാ? ഹോട്ടലിന്റെ പരസ്യമുണ്ട്. ചെക്ക് പോസ്റ്റിനെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് കർണാടക കയറിയ കയറിയിട്ടില്ല. നമ്മള് ചിറ്റൂരൊന്നും എത്തിയില്ലല്ലോ. ഇല്ലല്ലേ? ചിറ്റൂരൊക്കെ എത്തണ്ടേ? ചിറ്റൂര് കഴിയണ്ടോ? ചിലപ്പോ വല്ല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവും. എന്തെങ്കിലും ഞങ്ങളങ്ങനെ ചിറ്റൂരിൽ കഴിഞ്ഞിങ്ങനെ കുറച്ച് പോയി നോക്കണേ. നമുക്കൊരു 10 മിനിറ്റ് ഇരിക്കാനേ, തണലത്തിരിക്കാൻ തണൽ മരം പോലും കാണാനില്ല. പിന്നെ ചിറ്റൂരിന്റെ മറ്റൊരു പ്രത്യേകതയാണത്. പ്രത്യേകത അല്ല, അവരുടെ പ്രധാന കൃഷിയാണത് മാവ് നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടാവും ചിറ്റൂരില്. ഇപ്പൊ മാവൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. മാമ്പഴ ആയിട്ടില്ല, ആയതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നമ്മൾക്ക് നല്ല തണല, ഇത് കണ്ടിട്ടാണല്ലോ അല്ലേ? ഇത് തണൽ. ഇവിടെ എന്താ കടയൊന്നുമില്ലല്ലോ. ഇതുപോലത്തെ ഒരു തണലാണ് ഞങ്ങൾ തേടിക്കൊണ്ട് നിൽക്കുന്നത്. എന്താ ഭഗവാനെ, ഇപ്പോഴത്തെ അമ്പലം ചെറിയൊരു കോവിലുണ്ടല്ലേ, ഒരു കോവില്. ഇവിടെ കുറച്ചേരം ഒരു 1/2 മണിക്കൂർ, അതിൽ 10 മിനിറ്റ് ചെറിയൊരു മയക്കം അതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. നല്ല ഉറക്കുക ചെക്കട്ടോ, നല്ല ഉറക്കുക. വിളിച്ചോക്കട്ടെ എന്താ മട്ടാണ് പോണ്ടേ? എത്ര നേരമായി? കുറെ നേരമായില്ല, 1/2 മണിക്കൂറായി. പോവാ നമുക്ക്. എനിക്ക് വണ്ടി എടുക്കും. ആ വെള്ളം കുടിക്കും. മോങ്ങിക്കോ. ആരാടാ? ആരാണോ? ഇവർക്ക് പ്രധാനപ്പെട്ട ആരോ 2 കുതിര പടന്മാരൊക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം വലിയ ശില്പമാണല്ലോ. ആവശ്യമില്ലാത്തൊക്കെ പൈസക്ക് ചെലവാക്കാണ്. അല്ല അങ്ങനെയല്ല, എന്നാലും അതൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തല്ലേ. ഓരോ നാടിനും ഓരോരോ സംഭവങ്ങളുണ്ട്. അതൊക്കെ പട്ടെ. നമ്മുടെ ബാംഗ്ലൂരിൽ എത്താനായി. ബാംഗ്ലൂർക്ക് ഒരു 130 കിലോമീറ്റർ. ഈ സർവീസ് റോഡ് പോയി കഴിഞ്ഞാല് 30 തവണ സ്ഥലത്ത് കൂടെ പോകാൻ വേണ്ടി പറ്റും. അതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഒസൂര് പോയി കൃഷ്ണഗിരിയിലേക്ക്, തമിഴ്നാട് കൃഷ്ണഗിരിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ സേലം ഹൈവേ പിടിച്ച് നമ്മൾക്ക് അങ്ങനെ വാളയാർ ചെന്ന് ഇറങ്ങി അവിടെ നാട്ടിൽ പോരാം. നമ്മൾ ഓട്ടോസ്റ്റേറ്റ് പോയ റൂട്ടാണത്. അത് നമ്മൾ പോകാത്ത പല റൂട്ടുകൾ നമ്മൾ പോയി നോക്കിയിട്ടുണ്ട് ഇതില് അല്ലേ. ഇത് പിന്നെ നമുക്ക് കുറച്ച് ഫാസ്റ്റ് റൂട്ടാണത്. അതുകൊണ്ടാണ് ഈ റൂട്ട് തന്നെ താല്പര്യം. കുറച്ച് ദൂരം കൂടുതലാണ്, പക്ഷേ ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും, ഇടതടവില്ലാതെ. അങ്ങനെ ഒരു ഒക്ടോബർ 8-ാം തീയതി, കഴിഞ്ഞ വർഷം ഒക്ടോബർ 8-ന് ഞങ്ങൾ ഈ ഒരു നാട്ടിൽ നിന്നും പോയത്. അതായത് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ നിന്നും ഒക്ടോബർ 8-നാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒക്ടോബർ 8 അന്നാണ് കാളകെട്ടി മനോരമ എന്നൊക്കെ പറഞ്ഞ പത്രമൊക്കെ ആ പത്രം ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിലുണ്ടാവുക ഉണ്ടോ? ആ പത്രം അന്ന് അത് എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി. അതിനാകെ 1-2 പേജ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്.
ബാക്കി ഇവിടെ ഉണ്ട്. റിട്ടേൺ നാട്ടിൽ തന്നെ വണ്ടൂർക്ക് എത്തുന്നത് ഈ യാത്ര മുഴുവനാക്കിയ ആളുകളാട്ടോ. ബാംഗ്ലൂരിൽ ഞങ്ങളെ കൂടെ കൂടി യാത്ര മുഴുവനാക്കിയ നാട്ടിൽ എത്തിക്കും. ഒരാളും കൂടി ഉണ്ട്, പകുതി വെച്ച് പോലീസുകാർ കളയാൻ പറഞ്ഞു. അതുകൊണ്ടാ മസാല ഇട്ടോ മോടെ കടിച്ചു നോക്കാം, അച്ഛണ്ടോ നോക്കാം. 1 kg 1 kg എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കറങ്ങി തിരിഞ്ഞ് അത് നമ്മുടെ ഫ്രണ്ടിന്റെ അനിയന് ബാംഗ്ലൂർ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എനിക്ക് ലൊക്കേഷൻ അയച്ചാർന്നായിരുന്നു. വരുമ്പോ പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് കയറി കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നു. അപ്പോ നമുക്ക് കേറാം അല്ലേ? ഏതായാലും നമ്മള് ലൊക്കേഷൻ ഒക്കെ അയച്ചു മോശമാണ് ചുറ്റി പോണല്ലേ. ഞങ്ങളങ്ങനെ ബാംഗ്ലൂരിന്റെ മണ്ണിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്താ പുതിയ മെട്രോ ആണോ? പുതിയ മെട്രോ മെട്രോ സിറ്റി ബാംഗ്ലൂർ. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം കൊണ്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ സെന്ററിലേക്ക് കിടക്കാം. സിറ്റിയിലേക്ക് കിടക്കാം. അവിടെ എവിടെയാണ് ഈ കട എന്നറിയില്ല. നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ അയച്ചാൽ നിൽക്കുന്നത്. അതൊക്കെ കറക്റ്റ് അവിടേക്ക് ആയാൽ മതിയേനും. ഈ ബാംഗ്ലൂരിന്റെ പ്രശ്നമുണ്ട്, ഒന്ന് തെറ്റിയാൽ മതി, ഒന്ന് അങ്ങനെ കറക്കും. പിന്നെ കറങ്ങോട് കറക്കും. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ ബാംഗ്ലൂര്. ഇതിലെങ്ങനെ പാസ്സായി പോകുന്നല്ലാതെ. നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദൂരം നടന്നു പോകണ്ട. നമുക്ക് കറക്റ്റ് എവിടെ അറിയില്ല അല്ലേ? പോയോക്കാം കണ്ടുപിടിക്കണം. നമ്മൾ ഈ ഒരു കടയും തിരഞ്ഞാ വന്നത്, ബ്ലൂബെറി അല്ലേ? നമ്മൾ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. ഇവിടെ തന്നെ നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി. പക്ഷേ നമ്മൾ പറഞ്ഞ ചെക്ക ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ചെങ്ങന്മാരെ, ഈ ഒരു കട ഇത് എൻ്റെ കമ്പനിക്കാരൻ്റെ അനിയനൊക്കെ കൂടിയിട്ട് ഒരു ചെക്കന്മാരെ തുടങ്ങിയൊരു സംരംഭമാണ്. എൻ്റെ പേരെന്താ? ഫായിസോ? ഫായിസ് അവിടെ നാട്ടില് പെരുന്നവണേ മലപ്പുറംകാരല്ലേ? ഫുള്ള് മലപ്പുറമാണ്. നമ്മുടെ എല്ലാക്കാരും ചെക്കന്മാരാണ്. അപ്പോൾ ഇവൻ എൻ്റെ ഫ്രണ്ടിന് പേര് പ്രജിത്താണ്. അവൻ്റെ അനിയനും കൂടിയിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ചെറിയൊരു ഷോപ്പാണ്. എന്താ പറയുക, വലിയ ആഗ്രഹങ്ങളായിട്ടില്ലേ തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവൻ ഇനാഗ്രേഷൻ വിളിച്ചു. അപ്പോൾ ഈ ഇതിൽ റിട്ടേൺ പോകുമ്പോൾ ഒന്ന് കയറിയിട്ട് വെള്ളം കുടിച്ച് പോയിക്കൊണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്, വീഡിയോ എടുക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ എടുക്കാൻ തന്നെ ഉള്ളൂ. ചെക്കന്മാരുടെ സംരംഭമല്ലേ. ഏതായാലും ബാംഗ്ലൂരിലുള്ള ആളുകളൊക്കെ ചെക്കന്മാരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എന്തൊക്കെ നമ്മളെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ബാംഗ്ലൂർ. നമ്മളൊക്കെ കരുതിയാൽ മതി. ചെക്കന്മാർ എന്നിട്ട് റെയിൽമൊക്കെ വരിക്കോളി. ഇതിപ്പോൾ എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് അല്ലേ? ഇപ്പോൾ തുടങ്ങിയിട്ട് എത്രയായി? 2 ആഴ്ച ആയുള്ളൂ. അതായത് നമുക്ക് എന്ത് സംരംഭമാണ് തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയ പിന്നെ റെയിൽമേ കയറിയ വലിയ പ്രശ്നമുള്ളൂ. അതേപോലെ ഇത് റെയിൽമേ കയറ്റി കഴിഞ്ഞാൽ അടിപൊളിയാവും. നമ്മളെന്താ ഞങ്ങൾക്കെന്താ ഷെയ്ക്കോ? കണ്ണൂർ കൊക്കെയിൻ കിങ് ഓഫ് കൊത്ത അറിയാത്ത വന്നായി. ഏതായാലും കണ്ണൂർ കൊക്കെയിൻ അത് വരട്ടെ. അപ്പോൾ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് എന്താ പറയുക സാധനം എന്താ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉണ്ടോ നോക്കണ്ടേ? അല്ലേ? ക്വാളിറ്റി ക്വാണ്ടിറ്റിയും വേണം, അത് നോക്കാം നമുക്ക്. വലിയൊരു കുത്തബ് മിനാർ കുക്കുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ട്. പൊളിയാണോ? നടക്കോ? അടുത്തതാണ്. ഇതിന് പേരെന്താ പറഞ്ഞത്? മരിക്കട്ടി. ഇത് സാധനം അടിപൊളിയില്ലേ? അടോടോ, ഇത് രാത്രി ഫുഡില്ല കേട്ടാ. ഇതോതില്ലേ? ഇതുമ്മ തീർക്കണം നമ്മളെ പരിപാടി. ചോദിച്ചാൽ മറന്നുപോയി. ഇവരെ മാത്രമൊന്നുമല്ല, നമ്മൾക്ക് ബാംഗ്ലൂരിൽ കാണേണ്ട ആളുകൾ ഇനിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വന്നു പോയിന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വിഷമം. പക്ഷെ അവരുടെ കോണ്ടാക്ടിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാണ്. ഞാന് സേവ് ചെയ്തിട്ടില്ലേ എന്നോ എന്താ പറയില്ല. പക്ഷേ അത് നമ്മളുടെ 2-3 യാത്രകളിൽ പറഞ്ഞതാണ്. ബാംഗ്ലൂർ എത്തുമ്പോൾ ബാംഗ്ലൂർ പാസ്സാകുമ്പോൾ അറിയിക്കണം കേട്ടോ. എത്തിപ്പ് ചെയ്യണം. ഇതൊക്കെ നമുക്കൊന്ന് എടുക്കാം. അവരെയും കൂടി കണ്ടിട്ടൊക്കെ പോകാനുള്ള ടൈം, ഇഷ്ടംപോലെ ടൈം ഉണ്ട് നമുക്ക്. നേരം പോയിപ്പോൾ സമയമുണ്ട്. പക്ഷേ ഞങ്ങളൊരു സുപ്രധാന തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങളിന്ന് നൈറ്റ് ഇപ്പൊ നാട്ടിൽ തിരിക്കുവാണ് അല്ലെ? ഇപ്പൊ സമയം 6:45.
നാട്ടിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ 300 ചില്ലാൻ കിലോമീറ്റർ ഉണ്ടാവും. എത്രത്തോളം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ അറിയില്ല. കാടുണ്ട്, കാടടക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി പിന്നെ ഒരു വരവില് ബാക്കിയുള്ളവരൊക്കെ കാണും അല്ലെ. പിന്നെ തീർച്ചയായും അവിടെ ചെക്കന്മാരായ കട ഒന്ന് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തത്. അത് നല്ല രീതിയിൽ നല്ല രസം കിട്ടും. അതെ അതെ അതെ. അങ്ങനെ നമ്മൾ നാട് ലക്ഷ്യം വെച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നമ്മൾ ചാടിയിട്ടുള്ളൂ. വഴി തെറ്റിയൊക്കെ പോയി അന്ന് കാര്യമൊക്കെ ഉണ്ടാകേണ്ട കാഴ്ചകളൊക്കെ ഉണ്ടാവും. പിന്നെ നാട്ടിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഈ നേരത്ത് പോകാനും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ നേരത്തൊക്കെ വരാനൊക്കെ എല്ലാവർക്കും ചെറിയൊരു പേടിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതായത് റോട്ടിലുള്ള കള്ളന്മാരുടെ ശല്യമൊക്കെ പേടിച്ചിട്ടാവാം. ഏതായാലും നമുക്ക് ഇന്ന് ഈ ഒരു നൈറ്റ് ഓട്ടത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടാവോ, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടി പറ്റും. അത് വിൻഡ് ലീഫാണ് അല്ലെ. ഇവിടെ കാണൂല, ഇവിടെ ഒക്കെ ഉണ്ടാവും. അവർക്ക് പെർമിഷൻ ഇപ്പൊ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴാ കാണൂലടാ, അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല, അത് കാണൂല. അവർക്ക് പെർമിഷൻ ഇപ്പൊ ഉണ്ടാവില്ല. നൈറ്റില് ഒരു 11 മണിക്ക് ശേഷമൊക്കെ അവർക്ക് പെർമിഷൻ കൊടുക്കുള്ളൂ. ഏതായാലും അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു പരിപാടി. നോക്കാലോ നമുക്ക്. ഞങ്ങൾ എന്തായാലും നാടെത്തുമ്പോഴേക്ക് 2 മണി ആ റേഞ്ചൊക്കെ ആവും. ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾക്ക് തൊപ്പക്കാട് കിട്ടേണ്ടത് മസനഗുഡി തൊപ്പക്കാട് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ കിട്ടാതായത് ഇനി കുറവാണ്. ഇനി കുറവാണെന്നല്ല, ഇനി കിട്ടൂല. സമയം 8:30 8:30 നമ്മള് എങ്ങനെ ഓടി ചെന്നാലും കിട്ടൂല. നോ എൻട്രി. സൈക്കിളല്ല, ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക് ഇതൊന്നും എൻട്രി ഇല്ല. അപ്പൊ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുവാണ്. ഞങ്ങൾ ഇതിലെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് ഓട്ടോറിക്ഷ ആയിട്ട് ഞങ്ങള് വിജയവാഡയിലേക്ക് പോകുന്ന ടൈമിലാണോ എന്നൊക്കെ അറിയില്ല, ഓർമ്മയില്ല. അന്ന് തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരു കുറച്ച് ദൂരം കയറിയിട്ട് ഇറങ്ങി. അതായത് മൈസൂരിൽ നിന്ന് അങ്ങനെ പറ്റും, കുറച്ച് ദൂരം കയറി ഇറങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഞാൻ ബൈക്കിന് ഹൈദരാബാദ് പോയപ്പോ ഞാന് ഇവിടുന്ന് കയറി, ബാംഗ്ലൂരിൽ നിന്ന് അറിയാതെ കയറി. ഇതില് കയറിയാനേ ഇവിടുന്നല്ല കയറിയത്, ഞാൻ കുറച്ച് ദൂരം പോയിട്ടാ കയറിയാണ്. എന്നിട്ട് പിന്നെ അടുത്ത എക്സിറ്റ് വരെ ഞാൻ ആകെ വലച്ചു. ഏതായാലും ഇപ്പൊ സമയം എന്ന് പറയുന്നത്, അതും കൂടി കേട്ടോളി, 8:57 9 മണി എന്ന് തന്നെ പറയാം. ഇവിടെ മെട്രോ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് കിടക്കുന്നു. ചെറിയ തണുപ്പുണ്ട്, ബാംഗ്ലൂരിലൊക്കെ ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേങ്കില് ഇതൊന്നും ഇവിടുത്തെ ആളുകൾ കിടന്നുറങ്ങാനുള്ള തണുപ്പൊന്നുമില്ല കേട്ടോ. സിറ്റിന്റെ ചൂട് നല്ല രീതിയിൽ ഉണ്ടാവുമല്ലോ. എന്താ വളരെ ഒഴിഞ്ഞ റോഡ്. ഒരു 100 110 ഇങ്ങനെ പിടിച്ചാണ്ടല്ലോ. നമ്മളെ വണ്ടി അതിന് പറ്റിയ വണ്ടി അല്ലാത്തത് കൊണ്ട് നമ്മളൊരു മാക്സിമം 80 വരെ ചവിട്ടും. മനസ്സിലായോ? അതിനപ്പുറത്തേക്ക് നമ്മളെ ചവിട്ടൂല. അതന്നെ നമുക്ക് എന്താ പറയാ, വേറെയാണ്. നമ്മളെ വണ്ടിയൊക്കെ പാറിപ്പോകുക അതില്. അതാ ഞങ്ങൾ പോകുന്നു. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ ഞങ്ങള് ഈ ടോള് കട്ട് ചെയ്തിട്ടാടാ പോരുന്നത്. ഞങ്ങള് നേരത്തെ പറഞ്ഞ ആ ഒരു പത്രം ഉണ്ടല്ലോ, അത് ഞങ്ങള് ഇവിടെ കിടന്നൊരു പെട്രോൾ പമ്പ് കിട്ടുന്നത്. മൈസൂരിൽ എവിടുന്ന ഒരു പെട്രോൾ പമ്പ് കിട്ടുന്നത്. അന്ന് ഞങ്ങൾ ഈ ടോള് കട്ട് ചെയ്തിട്ടാണ് പോരുന്നത്. ടോൾ എടുത്തിട്ടില്ല. ചെങ്ങന്മാരെ ഞങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് വേയിലുള്ളത്, വേറെ ആരും കേട്ടോ. അങ്ങോട്ടേക്ക് പോകണേ ഞങ്ങൾ മാത്രമാണ്, വേറെ ആരില്ല. അയ്യോ, സുഖമായിട്ട് പോകാലോ. ഞങ്ങൾ ഏകദേശം മൈസൂരെത്താറായി. മൈസൂരിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. എത്ര 30 ഒക്കെ ഉണ്ടാവുള്ളൂ. എന്താല്ലേ പൊളി. അതിൻ്റെ മക്കളെ പോന്ന് മൈസൂരെത്തി. മൈസൂരൊക്കെ ഉറങ്ങിയിരിക്കണ്ടാ. കുറച്ചും കൂടി മൈസൂരിൻ്റെ സെൻറ്ററിലേക്കൊക്കെ പാലസ് ഭാഗത്തേക്കൊക്കെ പോകണം, കുറച്ചുകൂടി പോകണം, സെൻറ്ററിലേക്ക് പോകണം. നമ്മൾ ഔട്ടർ സർക്കിളൊന്നല്ല, നമ്മളെന്താ വെച്ചാൽ കറക്റ്റ് നേരെ മൈസൂരിലേക്കുള്ള വഴിയിലാണ് നമ്മളുള്ളത്. അതെന്താ വെച്ചാൽ നമുക്ക് ഈ നേരത്തെ വേണ്ടി തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല സുന്ദരമായിട്ട് പോകാൻ വേണ്ടി പറ്റും. അതാ ബാംഗ്ലൂർക്കൊക്കെ അത് അങ്ങോട്ട് വഴി കാട്ടുന്നു, നമ്മൾ ഇങ്ങോട്ട്. ഇപ്പം സമയം എത്രയെന്ന് പറഞ്ഞത്? 10 ചില്ലറ എന്തോ ആയിരുന്നു. എത്രയായി? 10:45 സമയമായി. പൊളിക്കും. അങ്ങനെ ഞങ്ങൾ മൈസൂരിനോട് വിട പറയുകയാണ്. മൈസൂരിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞു. അതാ ഗുണ്ടൽപേട്ട് ലക്ഷ്യം വെച്ച് നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ടിക്കാണ്. എന്തെങ്കിലും സംഭവം
നമുക്ക് വഴിയിലുണ്ടാവുമോ നോക്കാം. ഉണ്ടാവാൻ സാധ്യതയല്ല. ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലോ. ഫുൾ ടൈം റോട്ടിൽ പോലീസുകാരുണ്ട്. കണ്ടോ സാധനം കണ്ടോ? എന്താണ് പാലസ്? ഇതാണ് പാലസ്, വർണ്ണശലഭമായ പാലസ്. പോലീസുകാരുണ്ട്. പിന്നെ മാത്രമല്ല വണ്ടികളും ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ കുറേ മൈസൂരിൽ നിന്നൊരു നാട്ടിലേക്കൊക്കെ ഉള്ള ഒരു നൈറ്റ് ഓടിയിട്ട് ഒരുപാടായി. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. ആക്കണം കാലിക്കറ്റ് ഊട്ടി. ഇതിലെ തിരിഞ്ഞോ കാലിക്കറ്റ് ഊട്ടി. വണ്ടി കാലിക്കറ്റ് ഊട്ടിയിലേക്ക് അടിച്ചു നോക്കാം. ഞങ്ങൾ ഈ പമ്പിലാണ് ഓട്ടോറിക്ഷ ആയിട്ട് വരുമ്പോൾ കിടന്നുറങ്ങാറ് കേട്ടോ. ആ ഒരു പമ്പിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഈ ഒരു യാത്രയിൽ എണ്ണടിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയില്ല. ഞങ്ങൾ ഇന്ന് തിരിച്ചു വരുന്നുണ്ടെന്നുള്ളത് എന്താ പറയുക, സർപ്രൈസ് പരിപാടി ചെയ്തുകൊണ്ട് അല്ലേ? ഇല്ല, സ്കാനർ അല്ലേ? സർപ്രൈസ് കൊടുക്കല്ലേ വീട്ടുകാർക്ക്? കൊടുക്കണോ? അല്ലേ കൊടുക്കണോ? നീ നേരത്തെ ഇവിടെ മൈസൂർ എത്തിയിട്ട് ഇതുവരെ പെരക്കാർക്ക് അറിയില്ല ഞങ്ങള് പോന്നിക്കണോ. ഓലെ വിചാരം ഞങ്ങള് പ്ലാന്ത്രയിലാന്നാ. വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞങ്ങൾ പാട്ടേ ബ്ലൂടൂത്തിൽ വെച്ച് അതാണ് ഈ തിരക്കണത്. ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇട്ട് വെക്കാൻ തന്നെ കിടക്കട്ടെ അല്ലേ? അങ്ങനത്തെ ചിലവൊന്നുമില്ലല്ലോ. ചെലവില്ല. ഏതായാലും വീട്ടുകാർക്ക് പോലും അറിയാതെയാണ് ഞങ്ങൾ ചെല്ലുന്നത്. നാളെ എന്താകും, എങ്ങനെ എക്സ്പ്രഷൻ മുഖത്തില്ലേ? കൊറേ ആയി അവര് പറയണ കാണാൻ പുതിയാവുണ്ട്. ഞങ്ങൾ 5 യാത്ര ചെയ്ത് പോരുമ്പോ തന്നെ എല്ലാരും ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമേ ചെയ്യാത്തുള്ളൂ. ആർക്കാരും കൂടി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെയ്യാം. അതെ, നമ്മളതുപോലെയല്ല. അല്ല, നമുക്കും ചെയ്യാം. അതെ, നമുക്കും ചെയ്യാം. നമ്മൾ നിന്ന് പെട്രോൾ പമ്പിലെ കാണിച്ചു കൊടുത്തു. എന്നാ പിന്നെ നമ്മള് നേരെ ഗുണ്ടൽപേട്ട് ചായ കുടിച്ചിട്ട് ചെങ്ങന്മാരെ ഞങ്ങള് മൈസൂരിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കാണ്. മൈസൂരിലേക്കല്ല, നമ്മളുടെ എന്താ പറയാ, മുതുമലയാണെങ്കിലും ബന്ദിപ്പൂരാണെങ്കിലും വിടാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുതുമല എന്തായാലും വിടൂല, അതെനിക്കറിയാം. ബന്ദിപ്പൂരും വിടാൻ സാധ്യത ഇല്ല. അതേ വിട്ടാൽ തന്നെ ഈ നേരത്തെ പോയാൽ കുറച്ച് റിസ്ക് അല്ലേ? ആന ഉണ്ടാവാം, റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ പുലി, ആന, കടുവ മുതലായവയൊക്കെ ഉണ്ടാവും. കാണത്തം കാട്ടാൻ പറ്റിയ സ്ഥലം എന്നല്ല ഇപ്പൊ കാട്. ശരിയാണ്. അപ്പോൾ നമുക്കിതില് വയനാട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങാം അല്ലേ? വയനാടെങ്കിൽ വയനാട്. ഈ വഴി വളരെ വിജനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുവഴി പോകുന്നത്. എന്താ പറയാ, എനിക്ക് കറക്റ്റായിട്ട് ഈ വഴി അറിയില്ല. ഫുള്ളായിട്ട് ഗൂഗിൾ മാപ്പിന്റെ സഹായം ഇല്ലാതെ പോകാൻ വേണ്ടി കഴിയില്ല. മറ്റു വഴികളിൽ നമുക്ക് സഹായം. ഇത് നഞ്ചങ്കോട്ട് തിരിഞ്ഞാട്ടാണ് ഞങ്ങൾ പോകുന്നത്. നഞ്ചങ്കോട്ട് തിരിഞ്ഞാണ് പോകുന്നത്. അതേ അവിടെ പോയിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ തിരിച്ചു പോരേണ്ടത് കരുതിയിട്ടാണ് പതിയെ തിരിച്ചത്. ഈ റൂട്ടൊക്കെ എന്താ അവസ്ഥ അറിയില്ല. ഏതായാലും വേറെ വണ്ടിയൊന്നുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പ് കയറുന്നുണ്ട്. ഹൈവേ 33 മാനന്തവാടി റോഡിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങി കളി മാനന്തവാടിയിലേക്ക്. ചെങ്ങന്മാരെ, ഞാനിതുവരെ വന്നിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെയാണ് ഇന്നിപ്പി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെന്താ ഒസൂരിലേക്ക് എന്നൊക്കെയാണ്, ഒസൂര് എന്നൊക്കെ കാണിക്കണം. ഒസൂര് വഴി മാനന്തവാടി. അങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നല്ല, നമ്മൾ ഈ മാനന്തവാടിയിലേക്ക് ഒരു വഴി ഗൂഗിൾ മാപ്പ് ഫസ്റ്റ് കാണിച്ചായിരുന്നു. അതുവഴിയാണ് നമ്മളിപ്പോ ഇതുവരെ വന്നത്. ആ വന്ന വഴിയിൽ വെച്ചിട്ട് അവിടെയൊക്കെ കാടടച്ചേക്ക. അവിടെ നിന്ന് ഒരു ബോർഡ് ഉണ്ട് മാനന്തവാടി. അങ്ങനെ ആ ഒരു ബോർഡ് ഇങ്ങനെ കയറിയേക്കാണ്, ആ വഴിയില് കയറിയേക്കാണ്. ഇത് എവിടെ പോയി ചാടണമെന്ന് വലിയ കൊടുത്തൊന്നുമില്ല. ഇത് ഹോസ്പിറ്റലിലേക്ക് മാനന്തവാടിക്ക് എത്തുമെന്ന് തന്നെ അറിയില്ല. ഇപ്പൊ സമയം 2 മണിയാവാറായി, 1:56.
കേരളത്തിൽ എത്തുമോ ഇല്ലെന്ന് കണ്ടറിയാം. ഞങ്ങൾ ഏതായാലും ബസ് ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഗേറ്റ് ആണ് ക്ലോസാ കണ്ടങ്ങള്. ഗേറ്റ് അടച്ചു. ഈ ലൈനിലുള്ള ലോറികളൊക്കെ എന്താ പറയാ രാവിലെ ഇനി പോകും. രാവിലെ ഒക്കെ നമ്മൾ ഈ രാത്രിയിൽ എങ്ങനെയെങ്കിലും പാസ്സാകാൻ പറ്റുന്ന കരുതി ഇറങ്ങിയതാണ്. ഇല്ലാന്നാണെങ്കിൽ രാവിലെ നമ്മൾ ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ടി നോക്കില്ല അല്ലേ. കേൾക്കോട്ടെ രക്ഷയില്ല. ഇനിയൊരു വഴി കൂടി ഉണ്ട്, അതുവഴി ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന കിടന്നുറങ്ങി രാവിലെ ഇട്ടിട്ട് നമ്മൾ രാവിലെ വിട്ടു. ഞാൻ നാളെ ഇറങ്ങി നാട് പിടിക്കാൻ അവരെ എത്തുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നാളെ ബൈ ഗുഡ് നൈറ്റ്.